ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലോക ചരിത്രത്തിലെ ഒരു ടോപ്പിക്കാണ് റഷ്യൻ വിപ്ലവം എന്ന് പറയുന്നത്. ലോക ചരിത്രത്തിൽ നമുക്ക് പ്രധാനമായിട്ടും 8ഓളം ടോപ്പിക്കുകളാണുള്ളത്. അപ്പം ആദ്യത്തെ ടോപ്പിക്ക് റഷ്യൻ വിപ്ലവമാണ്. നമുക്ക് നോക്കാം എന്താണ് റഷ്യൻ വിപ്ലവത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. റഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് ഇത് റഷ്യ. റഷ്യയുടെ തലസ്ഥാനം ഏതാണ്? മോസ്കോയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് ഉള്ള രാജ്യവും ഇത് തന്നെയാണ്, റഷ്യയാണ് കേട്ടോ. അപ്പോൾ പല ആൾക്കാർക്കും ഉണ്ടാകുന്ന ഡൗട്ടാണ് ഈ ബ്രസീലല്ലേ. അപ്പോൾ ബ്രസീൽ അത് ആമസോൺ കാടുകൾ ഏറ്റവും കൂടുതലുള്ളതാണ് ബ്രസീൽ. അപ്പോൾ ലോകത്ത് സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാൻ കാരണമായ വിപ്ലവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? റഷ്യൻ വിപ്ലവമാണ്. ലോകത്ത് സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാൻ കാരണമായ വിപ്ലവം എന്ന് ചോദിച്ചാൽ പറയണം റഷ്യൻ വിപ്ലവമാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, റഷ്യൻ വിപ്ലവം നടന്ന വർഷം എന്നാണ് 1917 റഷ്യൻ വിപ്ലവം നടക്കുന്നത്. ഈ 1917 എന്ന് പറയുന്നത് ഏത് നൂറ്റാണ്ടാണ്? 20-ാം നൂറ്റാണ്ടാണ്. അതെങ്ങനെ നമുക്ക് ഓർക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം 1917 അല്ലേ, അപ്പം 19 തുടങ്ങുന്നത്, +1 കൂട്ടിയാൽ നമുക്ക് 20-ാം നൂറ്റാണ്ട് എന്ന് മനസ്സിലാവും. ഇപ്പം 2023 ഇത് ഏതാം നൂറ്റാണ്ടായിരിക്കും? 21-ാം നൂറ്റാണ്ടാണ് അല്ലേ. അപ്പം 18-ാം നൂറ്റാണ്ട് എന്ന് പറയുമ്പം 1700-കളിലായിരിക്കും. അപ്പോൾ റഷ്യൻ വിപ്ലവം നടന്നത് 1917 ഏത് നൂറ്റാണ്ടിലാണ്? 20-ാം നൂറ്റാണ്ടിലാണ് റഷ്യൻ വിപ്ലവം നടന്നത്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്. കാരണം നമുക്ക് റഷ്യൻ വിപ്ലവം മാത്രമല്ല, അമേരിക്കൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, ഇതൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ 20-ാം നൂറ്റാണ്ടിൽ നടന്ന വിപ്ലവങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ ചോദിക്കും. റഷ്യൻ വിപ്ലവം നടക്കുന്നത് ഞാൻ പറയുന്ന സമയത്ത് തന്നെ പഠിച്ചിട്ട് പോയിക്കോളൂ കേട്ടോ. അഥവാ ഇവിടെ ഞാൻ എടുക്കുന്ന ക്ലാസ് എന്ന് പറയുന്നത് ഒരുപാട് ബുക്കുകൾ റെഫർ ചെയ്തിട്ട് എടുത്തതാണ്. അപ്പോൾ റഷ്യൻ വിപ്ലവം ഇത് പഠിച്ചു കഴിഞ്ഞാൽ PSC എക്സാമിൽ ഇതിൻ്റെ അപ്പുറത്തേക്ക് വരാൻ സാധ്യത വളരെ കുറവാണ്. ഇത് പഠിച്ചാൽ മാത്രം പോരാ, ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു 50 മാർക്കിൻ്റെ എക്സാമും നമ്മൾ നൽകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ ടെലിഗ്രാം ചാനലിൽ ലിങ്ക് കിട്ടും കേട്ടോ. ഇനി റഷ്യയിലെ ചക്രവർത്തിമാർ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? റഷ്യയിലെ ചക്രവർത്തിമാർ അറിയപ്പെട്ടിരുന്ന പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർ എന്നാണ്. എന്താണ് പേര്? സർ എന്നാണ്. റഷ്യയിലെ ചക്രവർത്തിമാർ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? സർ എന്നാണ്. റഷ്യൻ വിപ്ലവം നടക്കുന്ന സമയത്തെ റഷ്യയിലെ ചക്രവർത്തി അഥവാ റഷ്യയിലെ ചക്രവർത്തിമാർ അറിയപ്പെട്ടിരുന്ന പേര് സർ എന്നും, റഷ്യൻ വിപ്ലവം നടക്കുന്ന സമയത്ത് റഷ്യയിലെ ചക്രവർത്തി ആരാണ്? സർ നിക്കോളാസ് രണ്ടാമനാണ്. ആരാണ്? സർ നിക്കോളാസ് രണ്ടാമനാണ് റഷ്യൻ വിപ്ലവം നടക്കുന്ന സമയത്ത് റഷ്യയിലെ ചക്രവർത്തി എന്ന് പറയുന്നത്. ഈ നിക്കോളാസ് രണ്ടാമൻ്റെ രാജവംശം ഏതാണ്? റോമനോവ് രാജവംശമാണ്. അപ്പം ഇങ്ങനെ ഓർത്തു വെക്കുക, റഷ്യൻ വിപ്ലവം നടക്കുന്ന സമയത്ത് റഷ്യയിലെ രാജവംശം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം റോമനോവ് രാജവംശമാണ്. ഏതാണ്? റോമനോവ് രാജവംശം. ഈ റോമനോവ് രാജവംശത്തിലെ രാജാവ് അറിയപ്പെട്ടിരുന്ന പേര് സർ എന്നും, റഷ്യൻ വിപ്ലവം നടക്കുന്ന സമയത്ത് റഷ്യയിലെ ചക്രവർത്തി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം സർ നിക്കോളാസ് രണ്ടാമനാണ്. സർ നിക്കോളാസ് രണ്ടാമൻ. സർ നിക്കോളാസ് ഒന്നാമനെ കുറിച്ചൊരു ഫാക്റ്റ് ഉണ്ട്. യൂറോപ്പിൻ്റെ രോഗി എന്നറിയപ്പെടുന്നത് തുർക്കിയാണ്. യൂറോപ്പിൻ്റെ രോഗി എന്ന് തുർക്കിയെ വിശേഷിപ്പിച്ചത് ആരാണ്? സർ നിക്കോളാസ് ഒന്നാമൻ. സർ നിക്കോളാസ് രണ്ടാമനാണ് റഷ്യൻ വിപ്ലവം നടക്കുന്ന സമയത്ത് റഷ്യ ഭരിച്ചിരുന്ന സർ ചക്രവർത്തി കേട്ടോ. ഇനി നിക്കോളാസ് രണ്ടാമൻ്റെ ഭാര്യ ആരാണ്? സെറീന അലക്സാണ്ടർ ആണ്. നിക്കോളാസ് രണ്ടാമൻ്റെ ഭാര്യ ആരാണ്? സെറീന അലക്സാണ്ടർ ആണ്. നിക്കോളാസ് രണ്ടാമൻ്റെ മന്ത്രി ഗിഗറി റാസ്പുടിൻ ആണ്. നിക്കോളാസ് രണ്ടാമൻ്റെ മന്ത്രി ഗിഗറി റാസ്പുടിൻ ആണ്. ഈ റാസ്പുടിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്, പഠിക്കാനുണ്ട്. പക്ഷെ PSCക്ക് ചോദിക്കുന്നത് മാത്രമേ ഞാനിപ്പം പറയുന്നുള്ളൂ. റഷ്യൻ വിപ്ലവത്തിന് സ്വാധീനം ചെലുത്തിയ കപട സന്യാസി എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആരാണ്? ഗിഗറി റാസ്പുടിൻ ആണ്. റഷ്യൻ വിപ്ലവത്തിന് സ്വാധീനം ചെലുത്തിയ കപട സന്യാസി എന്ന് ചോദിച്ചാലും ആരാണ്? ഗിഗറി റാസ്പുടിൻ ആണ്. ഈ റാസ്പുടിൻ്റെ അർത്ഥം തെമ്മാടി എന്നാണ് കേട്ടോ. തെമ്മാടി എന്നാണ്. ഞാൻ പറഞ്ഞു റഷ്യൻ വിപ്ലവത്തിന്
കാരണമായ കപട സന്യാസി റാസ്പുടിനാണ്. നിക്കോളാസ് രണ്ടാമനെയും അവരുടെ ഭാര്യയെയും സ്വാധീനത്തിൽ നിർത്തിയ കപട സന്യാസി എന്ന് ചോദിച്ചാലൊക്കെ ആര് തന്നെയാണ്? റാസ്പുടിനാണ്. ഈ തമ്മാടിയായ സന്യാസി എന്നറിയപ്പെടുന്നത് റാസ്പുടിനാണ്. പിൽക്കാലത്ത് കൊട്ടാരത്തിലെ ആളുകൾ തന്നെ റാസ്പുടിനെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കഥകളുണ്ട് അവരെക്കുറിച്ച്. അപ്പോൾ അതൊന്നും ഞാൻ ഇപ്പം പറയുന്നില്ല. അതുപോലെ ഇന്ത്യൻ റാസ്പുടിൻ എന്നറിയപ്പെടുന്നത് ആരാണ്? വി കെ കൃഷ്ണമേനോനാണ്. ഇന്ത്യൻ റാസ്പുടിൻ എന്നറിയപ്പെടുന്നത് ആരാണ്? വി കെ കൃഷ്ണമേനോനാണ് ഇന്ത്യൻ റാസ്പുടിൻ. അടുത്തതിലേക്ക് നമുക്ക് പോവാം. ഈ റഷ്യൻ വിപ്ലവം നടക്കാനുള്ള സാഹചര്യം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് റഷ്യൻ വിപ്ലവം നടക്കാനുള്ള സാഹചര്യം എന്താണ്, റഷ്യൻ വിപ്ലവം നടക്കുമ്പോൾ റഷ്യയിലെ അവസ്ഥ എന്തായിരുന്നു, റഷ്യൻ വിപ്ലവത്തിന് ശേഷം റഷ്യയിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഈ 3 കാര്യങ്ങളിലൂടെ പോയി കഴിഞ്ഞാൽ റഷ്യൻ വിപ്ലവം സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ റഷ്യൻ വിപ്ലവം നടക്കാനുള്ള സാഹചര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ സമയത്ത് റഷ്യൻ വിപ്ലവം നടക്കുന്നതിന് മുമ്പ് കുലാക്കുകൾ എന്നറിയപ്പെട്ട ഒരു വൻ ഭൂ ഉടമകൾ കർഷകരെ കഠിനമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ദ്രോഹിച്ചിട്ടുണ്ട്. അപ്പോൾ റഷ്യൻ വിപ്ലവത്തിന് മുമ്പ് കർഷകരെ ദ്രോഹിച്ചിരുന്ന ഭൂ ഉടമകൾ അറിയപ്പെട്ടിരുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ പറയണം കുലാക്കുകൾ എന്നാണ്. എന്താ പറയേണ്ടത്? കുലാക്കുകൾ. ഈ റഷ്യയിൽ കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന അടിമകൾ അറിയപ്പെട്ടിരുന്ന പേര് സർഫ് എന്നും. അപ്പോൾ ഭൂ ഉടമകൾ അറിയപ്പെട്ടിരുന്ന പേര് കുലാക്കുകൾ എന്നും കർഷകർ അറിയപ്പെട്ടിരുന്ന പേര് അല്ലെങ്കിൽ കർഷക അടിമകൾ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? സർഫ് എന്നാണ് കേട്ടോ. ഓക്കെ. അപ്പം ഇങ്ങനെ റഷ്യയിലുള്ള ജനങ്ങളെ വളരെ രീതിയിൽ പീഡിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് കടന്നു പോകുന്നത്. അങ്ങനെ ഇവരിതൊക്കെ പൊരുത്തപ്പെട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് അവരെ സ്വാധീനം ചെലുത്താൻ കുറച്ച് സാഹിത്യകാരന്മാർ അല്ലെങ്കിൽ കുറച്ച് എഴുത്തുകാർ വരികയാണ്. റഷ്യൻ വിപ്ലവ സമയത്ത് ജീവിച്ചിരുന്ന പ്രധാനപ്പെട്ട ഇൻഫ്ലുവൻസേഴ്സ് ആരൊക്കെയാണ് അല്ലെങ്കിൽ സാഹിത്യകാർ ആരൊക്കെയാണ്? മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയി, ഇവാൻ തുർഗനോവ്, ആന്റൺ ചെക്കോവ് ആണ്. ഇത് ഞാൻ പറയുന്ന പോലെ എൻ്റെ കൂടെ പറഞ്ഞു നോക്കൂ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മാക്സിം ഗോർക്കി, ആന്റൺ ചെക്കോവ്, ലിയോ ടോൾസ്റ്റോയി, ഇവാൻ തുർഗനോവ്. പരീക്ഷയ്ക്ക് ചോദിക്കും താഴെ തന്നിരിക്കുന്നവയിൽ റഷ്യൻ വിപ്ലവ സമയത്ത് ജീവിച്ചിരുന്ന പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാർ ആരൊക്കെയാണ്? മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയി, ആന്റൺ ചെക്കോവ്, ഇവാൻ തുർഗനോവ്. ഓക്കെ. ഇനി റഷ്യൻ വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ലിയോ ടോൾസ്റ്റോയി ആണ്. റഷ്യൻ വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ലിയോ ടോൾസ്റ്റോയി ആണ്. എന്നാൽ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് റൂസോയാണ്. പ്രവാചകൻ ഇംഗ്ലീഷിൽ പ്രോഫറ്റ് എന്ന് പറയും. എന്താണ് പ്രവാചകൻ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രബോധിപ്പിക്കുക എന്നാണ് പറയുക. ഇപ്പോൾ റഷ്യൻ വിപ്ലവം നടക്കാനുള്ള ആശയം ഏറ്റവും കൂടുതൽ ഇംപ്ലിമെൻ്റ് ചെയ്തത് ലിയോ ടോൾസ്റ്റോയുടേതാണ്. അതുകൊണ്ടാണ് റഷ്യൻ വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ലിയോ ടോൾസ്റ്റോയി ആണ്. ലിയോ ടോൾസ്റ്റോയുടെ കൃതികളെ റഷ്യൻ വിപ്ലവത്തിൻ്റെ തിളക്കമുള്ള കണ്ണാടി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ലിയോ ടോൾസ്റ്റോയുടെ കൃതികളെ റഷ്യൻ വിപ്ലവത്തിൻ്റെ തിളക്കമുള്ള കണ്ണാടി എന്ന് വിശേഷിപ്പിച്ചത് ലെനിനാണ്. എന്താണ് തിളക്കമുള്ള കണ്ണാടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നൊക്കെ പറയാറില്ല. അഥവാ എന്തിനാണ് നമ്മൾ കണ്ണാടിയിൽ നോക്കുന്നത്? നമ്മൾ എന്താണെന്ന് അറിയാൻ വേണ്ടി. നമ്മൾ എന്താണെന്ന് അറിയണമെങ്കിൽ കണ്ണാടിയിൽ നോക്കേണ്ട, നമ്മുടെ സുഹൃത്തിന് നോക്കിയാൽ മതി എന്നാണ് പണ്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേ ഒരു സംഭവമാണ് റഷ്യൻ വിപ്ലവത്തിൻ്റെ തിളക്കമുള്ള കണ്ണാടി എന്നറിയപ്പെടുന്നത് ആരുടെ കൃതികളെയാണ് ലെനിൻ വിശേഷിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ പറയണം ലിയോ ടോൾസ്റ്റോയുടെ കൃതികളെയാണ്. ലിയോ ടോൾസ്റ്റോയുടെ കൃതികളെയാണ്. ഈ ലെനിനിലേക്ക് ഞാൻ വരുന്നുണ്ട്. ലെനിൻ്റെ യഥാർത്ഥ പേരെന്താണ്? വ്ളാഡിമർ ഇല്ലിച്ച് ഉള്ളിയാന എന്നാണ് ലെനിൻ്റെ യഥാർത്ഥ പേര്. എന്താണ്? വ്ളാഡിമർ ഇല്ലിച്ച് ഉള്ളിയാന. ലെനിൻ എന്ന പേര് വരാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഷ്യയിലെ ലെന എന്ന് പറയുന്ന ഒരു റിവറിൻ്റെ അടുത്തായിരുന്നു ആര് താമസിച്ചിരുന്നത്? ഈ വ്ളാഡിമർ ഇല്ലിച്ച് ഉള്ളിയാന എന്ന് പറയുന്ന വ്യക്തി. അങ്ങനെ ഈ പേര് പറയാൻ പ്രയാസമുണ്ടായി. പിന്നെ ലെനിൻ്റെ അടുത്ത് താമസിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ലെനിൻ എന്ന പേരിലേക്ക് എത്തിയിട്ടുള്ളത് കേട്ടോ. ടോൾസ്റ്റോയുടെ പ്രധാനപ്പെട്ട കൃതികളാണ് യുദ്ധവും സമാധാനവും, അന്ന കരീനീന, ഉയർത്തെഴുന്നേൽപ്പ്. എന്താണ്? യുദ്ധവും സമാധാനവും, അന്ന കരീനീന, ഉയർത്തെഴുന്നേൽപ്പ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ലിയോ ടോൾസ്റ്റോയുടെ പ്രധാനപ്പെട്ട 3 കൃതികളാണ് യുദ്ധവും സമാധാനവും, അന്ന കരീനീന, ഉയർത്തെഴുന്നേൽപ്പ്. അതുപോലെ 1848
കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന കൃതി രചിച്ചത് ആരൊക്കെയാണ്? വർഷം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന കൃതി രചിച്ചത് ആരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ പറയണം ഫെഡറിക് എംഗൽസും കാൾ മാക്സുമാണ്. ആരൊക്കെയാണ്? ഫെഡറിക് എംഗൽസും കാൾ മാക്സുമാണ്. ഓക്കെ, അടുത്തത് ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയാണ് കമ്മ്യൂണിസത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയാണ് കമ്മ്യൂണിസത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത്. നമുക്ക് പരീക്ഷയിൽ ഏകദേശം 20ഓളം ബൈബിളുകൾ ചോദിക്കാറുണ്ട്. നിരീശ്വരവാദികളുടെ ബൈബിൾ, കൺഫ്യൂഷനിസത്തിൻ്റെ ബൈബിൾ. അത് ഞാൻ ഇവിടെ പറയുന്നില്ല. അത് നമ്മളൊരു കൺഫ്യൂസിങ് ഫാക്റ്റ് എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റ് ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ ഉണ്ട്. നിങ്ങളത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അതുപോലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭവമാണ് ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എങ്ങനെയാണ് തുടങ്ങുന്നത്? യൂറോപ്പിനൊരു ഭൂതം ബാധിച്ചിരിക്കുന്നു. എന്തിൻ്റെ ഭൂതം? കമ്മ്യൂണിസത്തിൻ്റെ ഭൂതം. യൂറോപ്പിനൊരു ഭൂതം ബാധിച്ചിരിക്കുന്നു, കമ്മ്യൂണിസത്തിൻ്റെ ഭൂതം എന്ന് തുടങ്ങുന്നത് ഏത് കൃതിയിലാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ രചിക്കുന്നത് കാൾ മാക്സും ഫെഡറിക് എംഗൽസുമാണ്. 1848 ഇത് രചിക്കുന്നത്. ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അവസാനിക്കുന്നത് എന്ത് ആഹ്വാനം ചെയ്തുകൊണ്ടാണ്? സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ, സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് അവസാനിക്കുന്ന കൃതി ഏതാണ് എന്ന് ചോദിച്ചാൽ പറയണം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. ഈ കാർൽ മാക്സ് 1867 ദാസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് മൂലധനം എന്ന കൃതി രചിച്ചതും ആരാണ്? കാർൽ മാക്സ് ആണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 1867 ദാസ് ക്യാപിറ്റൽ എന്ന കൃതി രചിച്ചത് ആരാണ്? കാർൽ മാക്സ് ആണ്. ഇനി റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് അമ്മ എന്ന കൃതി രചിച്ചത് ആരാണ്? മാക്സിം ഗോർക്കിയാണ്. റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് അമ്മ എന്ന കൃതി രചിച്ചത് ആരാണ്? മാക്സിം ഗോർക്കിയാണ്. അതിങ്ങനെ ഓർത്തു വെക്കുക. അപ്പോൾ നമ്മളെ വീട്ടിൽ അമ്മയല്ലേ മാക്സിയുടെ അല്ലേ? അപ്പോൾ അമ്മ എന്ന കൃതി രചിച്ചത് ആരാണ്? മാക്സിം ഗോർക്കിയാണ്. ഈ അമ്മ എന്ന് പറയുന്ന കൃതിയിൽ മാക്സിം ഗോർക്കി ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ടെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയ 2 സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരു കൂട്ടർ മാത്രം ആജ്ഞാപിക്കുകയും മറ്റൊരു കൂട്ടർ മാത്രം പണിയെടുക്കുകയും ചെയ്യുന്ന കാലത്തോളം ഞങ്ങൾ വിപ്ലവകാരികളായി തുടരും. ഒരു കൂട്ടർ മാത്രം ആജ്ഞാപിക്കുകയും ഒരു കൂട്ടർ മാത്രം പണിയെടുക്കുകയും ചെയ്യുന്ന കാലത്തോളം ഞങ്ങൾ വിപ്ലവകാരികളായി തുടരുമെന്ന് ആഹ്വാനം ചെയ്യുന്നത് മാക്സിം ഗോർക്കിയുടെ ഏത് കൃതിയിലാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം അമ്മ എന്ന് പറയുന്ന നോവലിലാണ് ഇങ്ങനെ പറയുന്നത്. അതുപോലെ ഞങ്ങൾ തൊഴിലാളികളാണ്, കുട്ടികളുടെ കളിപ്പാട്ടം തൊട്ട് കൂറ്റൻ യന്ത്രങ്ങൾ വരെ ഞങ്ങളുടെ അധ്വാനം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പറയുന്നതും അമ്മ എന്ന് പറയുന്ന കൃതിയിലാണ്. ആരാണ് പറയുന്നത്? മാക്സിം ഗോർക്കിയാണ്. 2 സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ പറയുന്നത്. ഒരു കൂട്ടർ മാത്രം ആജ്ഞാപിക്കുകയും ഒരു കൂട്ടർ മാത്രം പണിയെടുക്കുകയും ചെയ്യുന്ന കാലത്തോളം ഞങ്ങൾ വിപ്ലവകാരികളായി തുടരും. അതുപോലെ കുട്ടികളുടെ കളിപ്പാട്ടം തൊട്ട് കൂറ്റൻ യന്ത്രങ്ങൾ വരെ ഞങ്ങളുടെ അധ്വാനം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പറയുന്നതൊക്കെ ആരാണ്? മാക്സിം ഗോർക്കിയാണ്. അദ്ദേഹത്തിൻ്റെ ഏത് കൃതിയിലാണ്? അമ്മ എന്ന് പറയുന്ന കൃതിയിലാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇങ്ങനെ ഈ ചരിത്രകാരന്മാരുടെ അല്ലെങ്കിൽ ഈ സാഹിത്യകാരന്മാരുടെ ഇൻഫ്ലുവൻസിൻ്റെ ഫലമായിട്ട് അവിടുത്തെ ജനങ്ങളൊക്കെ ഒത്തുകൂടിയിട്ട് 1898 ആവുന്ന സമയത്ത് ഈ റഷ്യയിലുള്ള രാജവംശം ഏതാണ്? റോമനോവ് രാജവംശം. ഈ റോമനോവ് രാജവംശത്തിലെ രാജാവ് അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? സർ. രാജ്ഞി അറിയപ്പെട്ടിരുന്ന പേര് സെറിന എന്നാണ് കേട്ടോ. അങ്ങനെ ഈ സർ ചക്രവർത്തിമാർക്കെതിരെ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു സംഘടന അവിടെ അല്ലെങ്കിൽ ഒരു പാർട്ടി അവിടെ സ്ഥാപിക്കുകയാണ്. അതിൻ്റെ പേരാണ് റഷ്യൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി. എന്താ പേര്? റഷ്യൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി. 1898 സർ ചക്രവർത്തിമാർക്കെതിരെ റഷ്യയിലെ ജനങ്ങൾ സ്ഥാപിച്ച സംഘടന ഏതാണ്? ഇവിടുന്ന് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചു കേട്ടോളൂ. ആ സംഘടനയുടെ പേരാണ് റഷ്യൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി എന്ന് പറയുന്നത്. അങ്ങനെ ഈ പാർട്ടി മുന്നോട്ട് പോവുകയാണ്. 1903 ആവുന്ന സമയത്ത് അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ഈ പാർട്ടി 2ആയിട്ട് സ്പ്ലിറ്റ് ആവുകയാണ്. ഏത് വർഷം? 1903. ഏത് പാർട്ടി? റഷ്യൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി. അങ്ങനെ ഈ പാർട്ടി 2ആയി വിഭജിക്കുകയാണ്. ഒരു പാർട്ടി അറിയപ്പെട്ടിരുന്ന പേര് ബോൾഷെവിക് എന്നും മറ്റൊരു പാർട്ടി അറിയപ്പെട്ടിരുന്ന പേര് മെൻഷെവിക്കും എന്നാണ്. ബോൾഷെവിക്, മെൻഷെവിക്. എന്താണ് ഇതിൻ്റെ അർത്ഥം? മെൻഷെവിക് മെൻ മൈനോറിറ്റി എന്നാണ്. അപ്പോൾ മെൻ മൈനോറിറ്റി,
ബോൾഷെവിക് മെജോറിറ്റി അല്ലെങ്കിൽ മൈനോറിറ്റിനെ നമുക്ക് എന്ത് പറയാം? മെൻഷെവിക്കിനെ ന്യൂനപക്ഷം എന്ന് പറയാം, ബോൾഷെവിക്കിനെ ഭൂരിപക്ഷം എന്ന് പറയാം. ഓക്കെ, അങ്ങനെ രണ്ട് പാർട്ടി ആയിട്ട് മാറുകയാണ്, ബോൾഷെവിക് എന്നും മെൻഷെവിക് എന്നും. ഇപ്പോൾ സാധാരണ ജനങ്ങളൊക്കെ ഏതിലാണ്? ബോൾഷെവിക്കിലും, കുറച്ച് അപ്പുറമായിട്ടുള്ള ആൾക്കാരൊക്കെ മെൻഷെവിക്കിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു, ബോൾഷെവിക്കിൻ്റെ അർത്ഥം ഭൂരിപക്ഷം എന്നും മെൻഷെവിക്കിൻ്റെ അർത്ഥം ന്യൂനപക്ഷം എന്നാണ്. ബോൾഷെവിക് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ലെനിനാണ്, മറ്റൊന്ന് ലിയോൺ ട്രോട്സ്കിയാണ്. ആരാണ്? ലെനിനും ലിയോൺ ട്രോട്സ്കിയാണ്. എന്തായിരുന്നു ലെനിൻ്റെ യഥാർത്ഥ പേര്? വ്ളാഡിമിർ ഇലിച്ച് ഉള്ളിയാന എന്നാണ്. ക്ലിയർ ആണല്ലോ പറയുന്നത്? ഞാൻ പറയുന്ന സമയത്ത് തന്നെ പഠിച്ചിട്ട് പോവുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്ന് ബാക്ക് അടിച്ചിട്ട് കൃത്യമായിട്ട് ഇനി റഷ്യൻ വിപ്ലവം നിങ്ങൾക്ക് പഠിക്കേണ്ട ഒരു അവസ്ഥ വരരുത്. അതിനാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഓക്കെ, ഈ മെൻഷെവിക് പ്രസ്ഥാനത്തിൻ്റെ നേതാവ് അലക്സാണ്ടർ കെരൻസ്കിയാണ്. നമ്മൾ ബോൾഷെവിക്കിൻ്റെ പറഞ്ഞു, ദെൻ മെൻഷെവിക് പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ആരാണ്? അലക്സാണ്ടർ കെരൻസ്കിയാണ്. ആരാണ്? അലക്സാണ്ടർ കെരൻസ്കിയാണ്. ഈ വിപ്ലവ സമയത്ത് ചുവപ്പ് കാവൽ സേന ആരംഭിച്ചത്, ആരാണ്? ലിയോൺ ട്രോട്സ്കിയാണ്. ആരാണ്? ലിയോൺ ട്രോട്സ്കിയാണ്. അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഈ സമയത്ത് 1905 ആവുന്ന സമയത്ത് ഈ ജപ്പാന് റഷ്യയെ ആക്രമിക്കുകയാണ്. അങ്ങനെ 1905 ജപ്പാനും റഷ്യയുമായി യുദ്ധം നടന്നു. യുദ്ധത്തിൽ ആര് പരാജയപ്പെട്ടു? റഷ്യ പരാജയപ്പെടുകയാണ്. റഷ്യയും ജപ്പാനും കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ ചെറിയ രാജ്യമാണ് ജപ്പാന്, എന്നിട്ടും റഷ്യയെ ജപ്പാൻ പരാജയപ്പെടുത്തുകയാണ്. അപ്പം അവിടെ റഷ്യയിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ഈ യുദ്ധത്തിൽ പരാജയപ്പെടുന്ന സമയത്ത് ആ രാജാവിനോ അല്ലെങ്കിൽ ഭരണകൂടത്തിനോ മാത്രമല്ല പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്, മറിച്ച് അവിടുത്തെ സാധാരണ ജനങ്ങൾക്കും ഇതിൻ്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. കാരണം ഖജനാവിൽ പണം ഉണ്ടാവില്ല, സ്വാഭാവികമായിട്ടും പണം ലഭിക്കാൻ വേണ്ടി നികുതി വർദ്ധിപ്പിക്കേണ്ടി വരും. ഇത് സാധാരണ ജനങ്ങളിലേക്കാണ് എത്തുന്നത്. അപ്പോൾ റഷ്യ പല സ്ഥലങ്ങളിലും യുദ്ധത്തിൽ പോകുന്നു, പരാജയപ്പെടുന്നു. ഇത് സാധാരണ ജനങ്ങളെ സാരമായിട്ട് ബാധിക്കുന്നു. അങ്ങനെ 1905 ഈ യുദ്ധത്തിന് ശേഷം 1905 സാമ്പത്തിക പരിഷ്കരണം ആവശ്യപ്പെട്ടുകൊണ്ട് കൊട്ടാരത്തിലേക്ക് ഒരു പുരോഹിതൻ, അദ്ദേഹത്തിൻ്റെ പേരാണ് ഫാദർ ജോർജ് ഗാപ്പോണി എന്ന് പറയുന്ന ഒരു പുരോഹിതൻ്റെ നേതൃത്വത്തിൽ തികച്ചും സമാധാനപരമായിട്ട് ഒരു സമരം നടത്തുകയാണ്, സാമ്പത്തിക പരിഷ്കരണം ആവശ്യപ്പെട്ടുകൊണ്ട്. എന്നാൽ നിക്കോളാസ് രണ്ടാമൻ്റെ സൈന്യം യാതൊരു മുന്നറിയിപ്പും കൂടാതെ അവരെ ആക്രമിക്കുകയും നിരവധി ആളുകൾ മരണപ്പെടുകയും ഒരുപാട് ആളുകൾ പരിക്കേൽക്കുകയും ചെയ്യുകയാണ്. ഈ ഒരു പ്രകടനം നടക്കുന്നത് 1905 ജനുവരി 9 അതും ഒരു ഞായറാഴ്ചയാണ്. തികച്ചും നിരപരാധികളായ ഒരുപാട് പേര് മരണപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം അറിയപ്പെടുന്നത് രക്തരൂക്ഷിത ഞായറാഴ്ച അല്ലെങ്കിൽ ബ്ലഡി സൺഡേ. എന്താണ് രക്തരൂക്ഷിത ഞായറാഴ്ച എന്ന് ചോദിച്ചാൽ, 1905 റഷ്യയെ ജപ്പാൻ ആക്രമിച്ചപ്പോൾ റഷ്യയിൽ സാമ്പത്തിക പരിഷ്കരണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഫാദർ ജോർജ് ഗാപ്പോണി എന്ന പുരോഹിതന്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് ആൾക്കാർ കൊട്ടാരത്തിലേക്ക് തികച്ചും സമാധാനപരമായി മാർച്ച് നടത്തുകയായിരുന്നു. എന്നാൽ യാതൊരു മുന്നറിയിപ്പും കൂടാതെ സർ നിക്കോളാസ് രണ്ടാമൻ്റെ സൈന്യം ഇവരെ അടിച്ചമർത്തുകയാണ്. ഇത് നടക്കുന്നത് 1905 ജനുവരി 9 ഞായറാഴ്ചയാണ്. അതുകൊണ്ടാണ് രക്തരൂക്ഷിത ഞായറാഴ്ച അല്ലെങ്കിൽ ബ്ലഡി സൺഡേ എന്നറിയപ്പെടുന്നത്. ഈ സംഭവം റഷ്യയിൽ ഒരുപാട് ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അങ്ങനെ മന്ത്രിമാരൊക്കെ രാജാവിനോട് പറയുകയാണ്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നം തന്നെ റഷ്യയിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സർ ചക്രവർത്തി ഇതിലൊരു ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ഒന്നും കൂടിയും ഒരു അടുപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പാർലമെൻറ്റ് കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ ഒരു നിയമ നിർമ്മാണ സഭ കൊണ്ടുവരികയാണ്. അതിൻ്റെ പേരാണ് ഡ്യൂമ എന്ന് പറയും. എന്താണ് ഡ്യൂമ? റഷ്യയിലെ പാർലമെൻറ്റ് അറിയപ്പെടുന്ന പേര് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഡ്യൂമയാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഡ്യൂമ. അങ്ങനെ ഈ ഡ്യൂമയിൽ ചർച്ചയൊക്കെ വെച്ചു. പക്ഷേ ഡ്യൂമയുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റഷ്യ ഇനി എന്ത് ചെയ്യരുത്? ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കാൻ പാടില്ല. ഇതായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഇതൊക്കെ അംഗീകരിച്ചു. എന്നാൽ
അതിന് മുന്നൊരു ഫാക്റ്റും കൂടി ഓർത്തു വെക്കുക. ഈ 1905 സംഭവം റഷ്യൻ വിപ്ലവത്തിൻ്റെ മുന്നൊരുക്കം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? 1905 ഈ സംഭവത്തെ റഷ്യൻ വിപ്ലവത്തിൻ്റെ മുന്നൊരുക്കം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ പറയണം ലെനിനാണ്. അപ്പം ഡ്യൂമയുടെ ആവശ്യം ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കാൻ പാടില്ല. എന്നാൽ ഡ്യൂമയുടെ എതിർപ്പ് മറികടന്ന് നിക്കോളാസ് രണ്ടാമൻ 1914 ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കാൻ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഡ്യൂമയുടെ എതിർപ്പ് മറികടന്നാണ് ഇവർ ചെയ്യുന്നത്. അങ്ങനെ ഈ സമയത്ത് റഷ്യയിലെ സാമ്പത്തിക പ്രശ്നം രൂക്ഷമാവുന്നതിനോടൊപ്പം ഭക്ഷ്യക്ഷാമവും എന്തായിട്ടുണ്ട്? രൂക്ഷമായിട്ടുണ്ട്. അങ്ങനെ 1917 മാർച്ച് 8 അവിടുത്തെ സ്ത്രീകൾ ഭക്ഷ്യക്ഷാമം രൂക്ഷമായപ്പം കൊട്ടാരത്തിലേക്ക് പോയിട്ട് എന്ത് ചെയ്യാണ്? ഒരു സമരം ചെയ്യുകയാണ്. ഭക്ഷ്യക്ഷാമം റൊട്ടിക്ക് വേണ്ടി ക്യൂ നിൽക്കുകയാണ്. എന്നാൽ ക്യൂവിൽ യാതൊരു അനക്കം ഉണ്ടാവുന്നില്ല. അങ്ങനെ ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇവരെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് സൈന്യത്തെ അയക്കുകയാണ്. എന്നാൽ സൈന്യം എത്തിയ സമയത്ത് ഒരുപാട് ആൾക്കാരാണ് അവിടെ സമരം ചെയ്യുന്നത്. സൈന്യവും ആ സമയത്തും ഈ സർ ചക്രവർത്തിമാർക്കെതിരെ ഉള്ളിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അങ്ങനെ സൈന്യം ഈ സമരക്കാരുടെ കൂടെ ചേർന്ന് ആരുടെ ഭരണം പിടിച്ചെടുക്കുകയാണ്? സർ നിക്കോളാസ് രണ്ടാമൻ്റെ ഭരണം പിടിച്ചെടുക്കുകയാണ്. ഇത് സമരം ആരംഭിക്കുന്നത് 1917 മാർച്ച് 8 വനിതകളാണ്. മാർച്ച് 8 വനിതാ ദിനാണല്ലോ. എന്നാൽ ഇത് പിടിച്ചടക്കുന്നത് മാർച്ച് 12 സോ ഈ മാർച്ച് 12 നിക്കോളാസ് രണ്ടാമൻ്റെ ഭരണം നഷ്ടപ്പെടുന്നു. ഈ ഒരു സംഭവം അറിയപ്പെടുന്നത് ഫെബ്രുവരി വിപ്ലവം എന്നാണ്. ഒരു മാസം ഇങ്ങോട്ട് ബാക്കിലായതുകൊണ്ടാണ് ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്നത്. അപ്പോൾ നിക്കോളാസ് രണ്ടാമൻ്റെ ഭരണം നഷ്ടമായത് ഏത് വിപ്ലവത്തെ തുടർന്ന് എന്ന് ചോദിച്ചാൽ റഷ്യൻ വിപ്ലവമാണ്. പക്ഷെ ഒന്നും കൂടി ഡീപ്പായിട്ട് ചോദിക്കുകയാണെങ്കിൽ പറയണം ഈ റഷ്യൻ വിപ്ലവം 2 ഘട്ടമായിട്ട് നടക്കുന്നുണ്ട്. ഒന്ന് ഫെബ്രുവരി വിപ്ലവം എന്നും മറ്റൊന്ന് ഒക്ടോബർ വിപ്ലവം എന്നും. ഫെബ്രുവരി വിപ്ലവം തികച്ചും യാദൃശികമായിട്ടുണ്ടായതാണ്. 1917 മാർച്ച് 8 ഭക്ഷ്യക്ഷാമം രൂക്ഷമായപ്പോൾ അവിടുത്തെ സ്ത്രീകൾ റൊട്ടിക്ക് വേണ്ടി ക്യൂ നിൽക്കുകയാണ്. പിന്നീട് അതൊരു പ്രതിഷേധമായിട്ട് മാറി. ഇതിനെ അടിച്ചമർത്താൻ വേണ്ടി സൈനികർ വന്നു. എന്നാൽ സൈനികർ പ്രതിഷേധക്കാരുടെ കൂടെ ചേർന്ന് നിക്കോളാസ് രണ്ടാമൻ്റെ ഭരണം പിടിച്ചടക്കുകയാണ്. ഇതാണ് ഫെബ്രുവരി വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. ഇനി അങ്ങനെ റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് അവിടെ അധികാരം നഷ്ടപ്പെട്ട രാജവംശം ഏതാണ്? റോമനോവ് രാജവംശമാണ്. അപ്പോൾ റോമനോവ് രാജവംശത്തിൻ്റെ പതനത്തിന് കാരണമായ വിപ്ലവം എന്ന് ചോദിച്ചാൽ പറയണം ഫെബ്രുവരി വിപ്ലവമാണ്. ഫെബ്രുവരി വിപ്ലവം നടന്ന എന്നാണ് ഞാൻ പറഞ്ഞു 1917 മാർച്ച് 12 ഈ ഫെബ്രുവരി വിപ്ലവത്തിന് ശേഷം റഷ്യയിലെ പാർലമെന്റ് ഏതായിരുന്നു? ഡ്യൂമ റഷ്യ എന്തായിട്ട് റിപ്പബ്ലിക് ആയിട്ട് എന്ത് ചെയ്യാണ്? പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ റഷ്യയിലെ പാർലമെന്റ് ഡ്യൂമ റഷ്യയെ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ഫെബ്രുവരി വിപ്ലവമാണ്. തുടർന്ന് റഷ്യയിൽ നിലവിൽ വന്ന താൽക്കാലിക ഗവൺമെന്റിന്റെ തലവനായിട്ട് ആരെ വെക്കുകയാണ്? പ്രിൻസ് ലിവോവിനെ വെക്കുകയാണ്. എന്നാൽ പ്രിൻസ് ലിവോവ് കുറഞ്ഞ സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തുടർന്ന് അവിടെ വരുന്നത് ആരാണ്? കെരൻസ്കിയാണ്. അലക്സാണ്ടർ കെരൻസ്കിയാണ്. അഥവാ ഫെബ്രുവരി വിപ്ലവത്തിന് ശേഷം അവിടെ 2 പാർട്ടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഏതൊക്കെയായിരുന്നു ആ പാർട്ടി? ഒന്ന് ബോൾഷെവിക് എന്നും മറ്റൊന്ന് മെൻഷെവിക് എന്നും. ഒന്ന് ഭൂരിപക്ഷം എന്നും മറ്റൊന്ന് ന്യൂനപക്ഷം എന്നും. സ്വാഭാവികമായിട്ടും ഭൂരിപക്ഷമാണ് വരേണ്ടത്. ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരാണ്. പക്ഷെ അവിടെ വന്നത് മെൻഷെവിക്കാണ്. മെൻഷെവിക്കിൻ്റെ ആദ്യ നേതാവ് പ്രിൻസ് ലിവോവാണ്. പക്ഷെ അദ്ദേഹം കുറഞ്ഞ സമയം ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് കൂടുതൽ സമയം ആരാണ്? അലക്സാണ്ടർ കെരൻസ്കിയാണ്. തുടക്കത്തിൽ പറഞ്ഞിരുന്നു മെൻഷെവിക്കിൻ്റെ നേതാവ് ആരായിരുന്നു? അലക്സാണ്ടർ കെരൻസ്കിയാണ്. അദ്ദേഹമാണ് വന്നത്. ഈ അലക്സാണ്ടർ കെരൻസ്കിയുടെ സർക്കാർ അറിയപ്പെടുന്ന അല്ലെങ്കിൽ അവരുടെ ഔദ്യോഗിക വസതി അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? വിന്റർ പാലസ് എന്നാണ്. എന്താണ് പറയുക? വിന്റർ പാലസ്. ഓക്കെ. ഈ വിപ്ലവ പ്രവർത്തനങ്ങളുടെ പേരിൽ സർ ചക്രവർത്തി ലെനിനെ അഥവാ ഈ നിക്കോളാസ് രണ്ടാമൻ്റെ സമയത്ത് ലെനിനെ വിപ്ലവ പ്രവർത്തനം നടത്തുന്നു എന്ന പേര് പറഞ്ഞ് ലെനിനെ സ്വിറ്റ്സർലാൻഡിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നാട് കടത്തിയിട്ടുണ്ടായിരുന്നു. വിപ്ലവ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന പേര് പറഞ്ഞ് നിക്കോളാസ് രണ്ടാമൻ ലെനിനെ ഏത് രാജ്യത്തേക്കാണ് നാട് കടത്തിയത്? സ്വിറ്റ്സർലാൻഡിലേക്കാണ്. ഏത് രാജ്യത്തേക്കാണ്? സ്വിറ്റ്സർലാൻഡിലേക്കാണ്. റഷ്യൻ വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യം എന്താണ്? ഭൂമി, സമാധാനം, ആഹാരം. റഷ്യൻ വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യം എന്താണ്? ഭൂമി, സമാധാനം, ആഹാരം. റഷ്യൻ വിപ്ലവത്തിൻ്റെ മറ്റൊരു മുദ്രാവാക്യം എന്താണ്?
ഭക്ഷണം പാവപ്പെട്ടവർക്ക്, കൃഷിഭൂമി കർഷകർക്ക്, അധികാരം തൊഴിലാളികൾക്ക്, സമാധാനം എല്ലാവർക്കും. വളരെ നല്ലൊരു ചോദ്യമാണ്. റഷ്യൻ വിപ്ലവത്തിൻ്റെ മറ്റൊരു മുദ്രാവാക്യമാണ് ഭക്ഷണം പാവപ്പെട്ടവർക്ക്, കൃഷിഭൂമി കർഷകർക്ക്, അധികാരം തൊഴിലാളികൾക്ക്, സമാധാനം എല്ലാവർക്കും. എന്നാൽ റഷ്യൻ വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ് ഭൂമി, സമാധാനം, ആഹാരം എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഫെബ്രുവരി വിപ്ലവത്തിന് ശേഷം സ്വിറ്റ്സർലാൻഡിൽ നിന്ന് ലെനിന് റഷ്യയിലേക്ക് തിരിച്ചു വരികയാണ്. വലിയ സ്വീകരണമാണ് ലെനിന് ലഭിച്ചത്. തുടർന്ന് ലെനിൻ തൊഴിലാളികളൊക്കെ കൂട്ടിച്ചേർത്ത് ഒരുപാട് തൊഴിലാളി ഗ്രൂപ്പുകൾ ഉണ്ടാക്കി. ഇത് അറിയപ്പെട്ടിരുന്ന പേരാണ് സോവിയറ്റ് എന്ന് പറയും. സോവിയറ്റുകൾ അഥവാ തൊഴിലാളികളെ കൂട്ടി ഓരോ നഗരങ്ങളിൽ ഉണ്ടാക്കിയ ഗ്രൂപ്പുകൾ അറിയപ്പെട്ടിരുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ പറയണം സോവിയറ്റ് ആണ്. സോവിയറ്റ്. അങ്ങനെ ലെനിൻ്റെ നേതൃത്വത്തിൽ 1917 നവംബർ 6 എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തൊഴിലാളികളോട് ഈ അലക്സാണ്ടർ കെരൻസ്കി, കാരണം ഈ സർ ചക്രവർത്തിയായ നിക്കോളാസ് രണ്ടാമൻ റഷ്യ ഭരിക്കുന്ന സമയത്ത് എന്തായിരുന്നോ അവസ്ഥ അത് തന്നെയാണ് മാറിയപ്പം മെൻഷവിക്ക് വന്ന സമയത്തും സാധാരണ ജനങ്ങൾക്ക് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. അങ്ങനെ ലെനിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് തൊഴിലാളി യൂണിയനുകൾ ഉണ്ടാക്കി. ഇതറിയപ്പെട്ടിരുന്ന പേരാണ് സോവിയറ്റ്. അങ്ങനെ 1917 നവംബർ 6 ലെനിൻ ആഹ്വാനം ചെയ്യുകയാണ് ആരെ തകർക്കാൻ? മെൻഷവിക്കിനെ. നേതാവാരായിരുന്നു അലക്സാണ്ടർ കെരൻസ്കി. അങ്ങനെ ഈ 1917 നവംബർ 6 അലക്സാണ്ടർ കെരൻസ്കിയുടെ ഭരണം ആര് പിടിച്ചടക്കുകയാണ്? തൊഴിലാളികൾ പിടിച്ചടക്കുകയാണ്. ഈ ഒരു സംഭവമാണ് ഒക്ടോബർ വിപ്ലവം എന്നറിയപ്പെടുന്നത്. ഞാൻ പറഞ്ഞ ഒരു മാസം ബാക്കിലാണ് ഇത് നടക്കുന്നത്. നവംബർ 6 എന്നാൽ അറിയപ്പെടുന്നത് ഒക്ടോബർ വിപ്ലവം എന്ന പേരിലാണ് എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നത്. ഓക്കെ. ഈ ഒക്ടോബർ വിപ്ലവത്തെ ബോൾഷവിക്കാണ് നടത്തിയത്. അതുകൊണ്ട് ഇത് ഏത് പേരിലും അറിയപ്പെടുന്നു? ബോൾഷവിക് വിപ്ലവം എന്ന പേരിലും അറിയപ്പെടുന്നു. അങ്ങനെ ഈ ബോൾഷവിക് വിപ്ലവത്തെ തുടർന്ന് ഈ അലക്സാണ്ടർ രാജ്യം വിട്ടുപോയത്, ഈ ഒക്ടോബർ വിപ്ലവത്തെ തുടർന്ന് നമ്മുടെ അലക്സാണ്ടർ കെരൻസ്കി മെൻഷവിക് നേതാവ് എന്ത് ചെയ്തു? രാജ്യം വിട്ടുപോയി. ഇനി റഷ്യൻ വിപ്ലവം ഈ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന്, ഞാൻ പറഞ്ഞു ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു സർ നിക്കോളാസ് രണ്ടാമൻ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറാൻ കാരണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റഷ്യൻ വിപ്ലവമാണ്. അപ്പം റഷ്യൻ വിപ്ലവം ഉണ്ടായതുകൊണ്ടാണ് റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് എന്ത് ചെയ്തത്? പിന്മാറിയത്. അതുപോലെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് വിജയിച്ച ആദ്യ സോഷ്യലിസ്റ്റ് വിപ്ലവം എന്ന് ചോദിച്ചാലും ഏതാണ്? ലോകത്ത് വിജയിച്ച ആദ്യ സോഷ്യലിസ്റ്റ് വിപ്ലവം എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? റഷ്യൻ വിപ്ലവമാണ്. ഏതാണ്? റഷ്യൻ വിപ്ലവമാണ്. അങ്ങനെ റഷ്യൻ വിപ്ലവത്തിന് ശേഷം അവിടെ USSR വരികയാണ്. എന്താണ് USSRൻ്റെ പൂർണ്ണരൂപം? യൂണിയൻ സോഷ്യലിസ്റ്റ് സോവിയറ്റ് റിപ്പബ്ലിക് ആണ് കേട്ടോ. യുണൈറ്റഡ് അല്ല, യൂണിയൻ സോഷ്യലിസ്റ്റ് സോവിയറ്റ് റിപ്പബ്ലിക് ആണ്. ഇത് 1922 ഡിസംബർ 30 USSR എന്ത് ചെയ്യുന്നത്? ആരംഭിക്കുന്നത്. USSRനെ ശില്പിയായിട്ട് അറിയപ്പെടുന്നത് ആരാണ്? ലെനിനാണ്. ലെനിൻ്റെ യഥാർത്ഥ പേരെന്തായിരുന്നു? വ്ളാഡിമർ ഇലിച്ച് ഉള്ളിയാന. ലെനിൻ ആരംഭിച്ച പത്രം ഏതാണ്? ഇസ്കരയാണ്. ലെനിൻ ആരംഭിച്ച പത്രം ഏതാണ്? ഇസ്കരയാണ്. ലെനിൻ ജനിച്ച വർഷം 1870. ഇങ്ങനെ ഓർത്തു വെച്ചാൽ മതി. ഗാന്ധി ജനിച്ചതെന്നാണ് 1869. ഒരു വർഷം കഴിഞ്ഞിട്ട് 1870 ലെനിൻ ജനിച്ചത്. ലെനിൻ അന്തരിച്ചത് 1924. അതിങ്ങനെ ഓർത്തു വെച്ചാൽ മതി. ഇപ്പം ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റ് ആയതെന്നാണ് 1924 അല്ലേ. ഇപ്പം ലെനിൻ അന്തരിച്ചത് 1924 ജനുവരി 1. റഷ്യയിലൊരു പുതിയ ഭരണഘടന നിലവിൽ വരുന്നത് 1924 കേട്ടോ. ലെനിൻ്റെ മരണത്തെ തുടർന്ന് റഷ്യയിലൊരു പുതിയ ഭരണഘടന എന്ത് ചെയ്യുകയാണ്? നിലവിൽ വരികയാണ്. ഞാൻ പറഞ്ഞു ലെനിൻ്റെ യഥാർത്ഥ പേര് വ്ളാഡിമർ ഇലിച്ച് ഉള്ളിയാന എന്നാണ്. ബോൾഷവിക് വിപ്ലവത്തെ തുടർന്ന് അധികാരത്തിൽ വന്ന ശക്തനായ നേതാവാണ് ആര്? ലെനിൻ. ഇത് ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. റഷ്യൻ വിപ്ലവത്തിൻ്റെ സമുന്നത നേതാവ് എന്ന് ചോദിച്ചാലും ലെനിനാണ്. റഷ്യയുടെ ആദ്യ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി എന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? ലെനിനാണ്. റഷ്യയിലെ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ഉപജ്ഞാതാവും ആരാണ്? ലെനിനാണ്. ജോലി ചെയ്യാത്തവർ ഭക്ഷിക്കില്ല എന്ന് പറഞ്ഞതും ആരാണ്? ലെനിനാണ്. വാട്ട് ഈസ് ടു ബി ഡൺ, നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നു? വാട്ട് ഈസ് ടു ബി ഡൺ എന്ന ലഘുലേഖ എഴുതിയതും ആര് തന്നെയാണ്? ലെനിനാണ്. യുദ്ധവും പട്ടിണിയുമല്ല, ആഹാരവും സമാധാനവുമാണ് ജനങ്ങൾക്ക് വേണ്ടത്. യുദ്ധവും പട്ടിണിയുമല്ല,
ആഹാരവും സമാധാനവുമാണ് ജനങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞതും ആര് തന്നെയാണ്? ലെനിനാണ്. നേരത്തെ പറഞ്ഞു പുത്തൻ സാമ്പത്തിക നയവും യുദ്ധകാല കമ്മ്യൂണിസവും നടപ്പിലാക്കിയതും ആര് തന്നെയാണ്? ലെനിനാണ്. സോവിയറ്റ് യൂണിയൻ്റെ ഭരണഘടന നിലവിൽ വന്നത് 1924 ഈ സോവിയറ്റ് യൂണിയൻ ഇപ്പം നിലവിലില്ല. അതെന്ത് ചെയ്തിട്ടുണ്ട്? പിരിച്ചു വിട്ടിട്ടുണ്ട്. അത് 1991 സോവിയറ്റ് യൂണിയൻ എന്ത് ചെയ്യുന്നത്? പിരിച്ചു വിട്ടിട്ടുള്ളത്. 1924 ലെനിൻ അന്തരിച്ചു എന്നൊക്കെ പറഞ്ഞു. പിന്നീട് ഭരണത്തിൽ വന്ന ശക്തനായ ഭരണാധികാരിയാണ് സ്റ്റാലിൻ എന്ന് പറയുന്നത് കേട്ടോ. സ്റ്റാലിൻ, ജോസഫ് സ്റ്റാലിൻ. ലോകത്തിൽ ആദ്യമായി പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത് റഷ്യയാണ്. സ്റ്റാലിനാണ് അത് കൊണ്ടുവന്നത്. റഷ്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചതും ആര് തന്നെയാണ്? സ്റ്റാലിനാണ്. റഷ്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് 1928-29 കാലഘട്ടത്തിലാണ് കേട്ടോ. സർ ചക്രവർത്തിമാരുടെ ഭരണകാലഘട്ടത്തിൻ്റെ നേർരൂപമായ ബാറ്റിൽഷിപ്പ് പൊട്ടക്കിൻ എന്ന മൂവി സംവിധാനം ചെയ്തത് ആരാണ്? സെർഗി ഐൻസ്റ്റീൻ ആണ്. അഥവാ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയ ഒരു മൂവിയാണ് ബാറ്റിൽഷിപ്പ് പൊട്ടക്കിൻ എന്ന് പറയും. ഇതിൻ്റെ മൂവിയുടെ സംവിധായകൻ ആരാണ്? സെർഗി ഐൻസ്റ്റീൻ ആണ്. അതുപോലെ ആധുനിക റഷ്യയുടെ പിതാവ് പീറ്റർ ദ ഗ്രേറ്റ് ആണ്. പീറ്റർ ദ ഗ്രേറ്റിൻ്റെ വിദേശ നയം എന്നറിയപ്പെടുന്നത് വാം വാട്ടർ പോളിസി എന്ന് പറയും. ലോകത്തെ പിടിച്ചു കുലുക്കിയ 10 ദിവസം എന്ന കൃതി രചിച്ചത് ജോൺ ഡെ റീഡ് ആണ് കേട്ടോ. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1905 ജപ്പാൻ റഷ്യ ആക്രമിച്ചല്ലോ. ആക്രമിച്ച ഉടനെ തന്നെ ജനുവരി 10 രക്തരൂക്ഷിത ഞായറാഴ്ച നടന്നല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ 10 ദിവസം ലോകത്തെ പിടിച്ചു കുലുക്കിയ 10 ദിവസം എന്ന കൃതി രചിച്ചത് ആരാണ്? ജോൺ റീഡ് ആണ്. നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഇവിടെ വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കൺഗ്രാറ്റുലേഷൻ. കാരണം നിങ്ങൾ സീരിയസ് ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ ഒരു എക്സാം ഉണ്ട്. നന്നായിട്ട് നോട്ടൊക്കെ എഴുതിയെടുത്തിട്ട് ഇതിൻ്റെ എക്സാം നമ്മൾ ടെലിഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. എക്സാം അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ മാർക്ക് എന്ത് ചെയ്തോളൂ? കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഇനി ഏത് മത്സര പരീക്ഷകൾക്കും കോൺഫിഡൻസോടെ തയ്യാറെടുക്കാം ലാമൻ ബുക്സിലൂടെ. PSC, SSC, കേട്ടറ്റ് ആൻഡ് സ്കോളർഷിപ്പ് എക്സാംസ്.